പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 9-ാം സങ്കീർത്തനം 10-ാം വാക്യം: നിൻ്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തെ അറിയുക. കർത്താവിൻ്റെ നാമം ഹല്ലേലൂയ വളരെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന നാമമത്രേ. അത് സകല നാമത്തിലും മേലായ നാമമത്രേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആ നാമത്തെ നാം അറിഞ്ഞാൽ ആ നാമത്തെ അറിയുന്നവർ അവനിൽ ആശ്രയിക്കും. ഒന്നാമതായി നാമത്തെ അറിയുക എന്നതുകൊണ്ട് ഒന്നാമത്തെ ഗുണം കർത്താവിൽ ആശ്രയിക്കാൻ പറ്റും. ആ നാമത്തിൻ്റെ ശക്തി അറിഞ്ഞാൽ ഒരു ദൈവ പൈതൽ ഒരു നാളും സ്വന്തം ഭുജത്തിൽ അല്ലെങ്കിൽ സ്വന്തം കഴിവിൽ ആശ്രയിക്കത്തില്ല. സദൃശ്യവാക്യം 18:10 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ നാമം ഉറപ്പുള്ള ബലമുള്ള ഗോപുരമാ, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ആ നാമം ഉറപ്പുള്ള ഗോപുരമെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ, ജീവിതത്തിൻ്റെ ഹല്ലേലൂയ എല്ലാ ഘട്ടത്തിലും ഓടിച്ചെല്ലാൻ പറ്റത്തുള്ളൂ. നാം ഓടിച്ചെന്ന് ആശ്രയിക്കാൻ പറ്റണമെങ്കിൽ ആ നാമത്തെ നാം കുറച്ചുകൂടെ അടുത്തറിയണം. ആ നാമത്തെ അറിയാവുന്ന ഒരു ദൈവ പൈതൽ ഒരു നാളും ആ നാമത്തിൽ നിന്ന് അകന്നു പോകത്തില്ല, മറിച്ച് ആശ്രയം കൂടുതലായി കർത്താവിൽ വരും. പ്രിയരെ, ഈ ദിവസങ്ങളിൽ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കർത്താവ് ആരെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് ഓടിച്ചെല്ലാൻ ഒരു സങ്കേതമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ അടുക്കൽ വരും. തിരുവചനത്തിൽ വീണ്ടും നാം ഇങ്ങനെ വായിക്കുന്നു: തന്നെ അന്വേഷിക്കുന്നവരെ അവൻ ഉപേക്ഷിക്കത്തില്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലവും അന്വേഷിച്ച് ആ നാമത്തെ വിളിച്ചുകൊണ്ട് അടുത്ത് ചെന്നാൽ നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതൊന്ന് തിരിച്ചറിഞ്ഞാട്ട് ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഏത് സാഹചര്യത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ദൈവത്തിനൊരു പ്രശ്നമല്ല. ആ നാമത്തെ തിരിച്ചറിഞ്ഞ് ഓടിച്ചെല്ലാൻ തയ്യാറാണോ, അടുത്തു വരാൻ തയ്യാറാണോ, നിന്നെ അവൻ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. നിങ്ങൾക്കറിയാം, മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ കനാന്യക്കാരി സ്ത്രീയുടെ ചരിത്രം അവിടെ വിവരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ആ കനാന്യക്കാരി സ്ത്രീ, യേശുവേ ദാവീദിൻ്റെ പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ഹല്ലേലൂയ. പിന്നാലെ വന്നവരെ ഒരു നാളും അവൻ ഉപേക്ഷിച്ചില്ല. അവിടെ ചരിത്രത്തെ മാറ്റി, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി. അവളുടെ മകൾക്ക് ദൈവം വിടുതൽ കൊടുത്തു. ഇന്ന് പകൽക്കാലവും യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത് വരുമോ? ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് വന്ന ഒത്തിരി പേരുടെ ചരിത്രം പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇന്ന് പ്രഭാതത്തിലും ഹല്ലേലൂയ യേശുവേ എന്നൊന്ന് വാ തുറന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങളായിരിക്കുന്ന വീട്ടിനകത്ത് നിന്നുകൊണ്ട് കർത്താവേ, യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ എന്നൊന്ന് ഉറക്കം വിളിച്ചാട്ട് അപ്പുറവും ഇപ്പുറവും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നോക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനെ ഒന്ന് വിളിച്ചാൽ തന്നെ അറിയുന്ന, തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനെ അവൻ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. കാരണം ഈ നാമം ആശ്രയിക്കാൻ കൊള്ളാവുന്ന നാമമത്രേ. ആ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ട്. ആ നാമത്തിനകത്ത് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരായ പത്രോസും യോഹന്നാനും പറഞ്ഞത്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവിടെ ഉപയോഗിച്ചത്. ആ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ നിശ്ചയമായി അത് ഹല്ലേലൂയ, ആ നാമത്തിൽ ഹല്ലേലൂയ ആശ്രയിക്കുന്നവരെ, ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ കൈവിടാത്ത നാമമത്രേ. രണ്ടാമത്, കർത്താവിൻ്റെ നാമത്തെ അറിഞ്ഞാൽ എന്താ പ്രയോജനം? കർത്താവിൻ്റെ നാമത്തെ അറിഞ്ഞാൽ അവൻ നമ്മെ ഉയർത്തും. 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. നോക്ക്, നാമത്തെ അറിയുന്ന ഒരു വ്യക്തിയെ ദൈവം ഉയർത്തും. ആ നാമം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ നാമത്തെ വിളിക്കാൻ, ആ നാമത്തെ നമ്മുടെ വാ കൊണ്ടൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ നാമം നിങ്ങളെ ഉയർത്തും. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് വിളിച്ചു പറഞ്ഞത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ ഹല്ലേലൂയ ഉയർത്തും. ആ നാമത്തെ ആശ്രയിക്കുന്നവനെ, ആ നാമത്തിൽ ഹല്ലേലൂയ അടുത്ത് വന്ന് ഉപയോഗിക്കുന്നവനെ അവൻ ഉയർത്തുന്ന ദൈവമത്രേ. ദാവീദിൻ്റെ ചരിത്രം നമ്മെ അതാ പഠിപ്പിക്കുന്നത്. ആർക്കും വേണ്ടാത്തവൻ, കാട്ടിൽ ആടിനെ തീറ്റി നടന്നവനെ ദൈവം വിളിച്ചു വരുത്തി തൻ്റെ സഹോദരന്മാർക്ക് മേലാക്കി ദേശത്തിൻ്റെ അധിപതിയായി, ദേശത്തിൻ്റെ പ്രശസ്തനായ ഒരു രാജാവാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലവും വിളിച്ചപേക്ഷിപ്പാൻ തയ്യാറാണോ? ആ നാമത്തിൻ്റെ ശക്തിയെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഹല്ലേലൂയ. ആ നാമത്തെ അറിയുന്നവനെ ദൈവം ഉയർത്തും, ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ
ഞങ്ങളുടെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ അറിഞ്ഞതുകൊണ്ട് ആ നാമത്തെ ഞാൻ ഉയർത്തുന്നത്. ദാവീദിന് ഉയർത്താൻ ഒരു നാമമുണ്ട്. ശൗലിൻ്റെ ഹല്ലേലൂയ ഗോലിയാത്തിന് നേരെ താൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴും താൻ വിളിച്ചു പറഞ്ഞ ഒരു പദം അതാ, നീയോ കുന്തവും വേലുമായി ഹല്ലേലൂയ വാളും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. പ്രിയരെ നോക്ക്, ആ നാമത്തെ അറിഞ്ഞതുകൊണ്ടാണ് ആ നാമത്തെ ഉപയോഗിക്കാൻ പറ്റിയത്. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ട് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് നിൻ്റെ വായിൽ ആ നാമത്തെ ഒന്ന് ഉയർത്തി ഒന്ന് നന്ദി പറഞ്ഞാട്ട്. ഇതാ മൂന്നാമതായി ഹല്ലേലൂയ ദാനിയേൽ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദാനിയേൽ 11:32. നാമത്തെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളുടെ കലക്കം മാറി, നിങ്ങളുടെ കുലുക്കൽ മാറി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ചാഞ്ചാട്ടം മാറി ഉറപ്പിക്കുക മാത്രമല്ല, വീര്യം പ്രവർത്തിക്കാനൂടെ ദൈവം നിങ്ങളെ സഹായിക്കും. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവപൈതലെ നാമത്തെ അറിയാൻ ശ്രമിച്ചാട്ട്, നാമത്തിൻ്റെ ശക്തി ഒന്ന് അറിയാൻ ശ്രമിച്ചാട്ട്, ഉറപ്പിച്ച് നിർത്തി നിൻ്റെ കൈകൊണ്ട് വീര്യം പ്രവർത്തിക്കാൻ ഈ കർത്താവ് വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലവും ഞാൻ അങ്ങനെ നിങ്ങളെ നോക്കി പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് ഒരു വാക്ക് പറയുന്നു. കർത്താവിൻ്റെ നാമം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയാൻ ദൈവമേ ഈ ജനത്തെ ബലപ്പെടുത്തണം. നാമത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആ നാമത്തോട് പറ്റിയിരിപ്പാൻ കർത്താവെ ഈ പ്രഭാതത്തിലെ വചനം കേൾക്കുന്ന എല്ലാവരെയും നീ ബലപ്പെടുത്തണം. ഇവരുടെ ജീവിതത്തിനകത്ത്, വീട്ടിനകത്ത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. അസാധ്യങ്ങൾ സാധ്യമായി വരട്ടെ. ചില ജീവിതത്തിൽ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ചിലരെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചു പറയുന്നു, ഹല്ലേലൂയ വീര്യം ജീവിതത്തിൽ കാണും. തലമുറകളുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി കാണും. ദൈവം അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.